വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ അങ്ങനെ സത്യയും ശാലിനിയും കൂടി ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്ന് തൊഴുകയാണ്. അതിനുശേഷം സത്യയുടെ പേരിൽ പൂജ നടത്താനായിട്ട് റെസിപ്റ്റ് തിരുമേനി ഏൽപ്പിക്കുമ്പോൾ അത് അവിടെ വച്ചിട്ട് പ്രദക്ഷിണം ചെയ്ത് വന്നോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി പ്രദക്ഷിണം ചെയ്യാനായിട്ട് സത്യ വിളിക്കുന്നുണ്ട്. അന്നേരം അമ്മ പോയി പ്രദക്ഷിണം ചെയ്തിട്ട് വാ, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറയുകയാണ്. തുടർന്ന് സത്യ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ പ്രദക്ഷിണം വെക്കാനായിട്ട് ചുറ്റും കറങ്ങുമ്പോൾ വിഷ്ണു ആ ശ്രീകോവിലിൻ്റെ ആ കൊടിമരത്തിൻ്റെ അവിടത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് ശാലിനിയും ആ മറു സൈഡിൽ കൂടി അങ്ങോട്ട് നടക്കുമ്പോൾ രണ്ടു പേർക്കും എന്തോ ഒരു ഫീൽ തോന്നുകയാണ്, നെഞ്ച് തുടിക്കുന്നത് പോലെ. വിഷ്ണു ഇങ്ങനെ പെട്ടെന്ന് നെഞ്ചിൽ കൈവയ്ക്കുന്നുണ്ട്, ശാലിനിയും അതേപോലെ കൈവയ്ക്കുകയാണ്. മുന്നോട്ട് വെച്ച കാല് പെട്ടെന്ന് ശാലിനിയും വിഷ്ണു ഒരേപോലെ പുറകോട്ട് എടുക്കുകയും അവിടെ തന്നെ നിശ്ചലമായിട്ട് നിൽക്കുകയും ചെയ്യുകയാണ്. എന്തോ ഒരു ഫീല് വിഷ്ണുവിന് ശാലിനി അവിടെ ഉണ്ട് എന്നും ശാലിനിക്ക് വിഷ്ണു അവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീൽ അനുഭവപ്പെടുകയാണ്. തുടർന്ന് ശാലിനി ആണെങ്കിൽ ഒരു നിമിഷം അവിടെ നിന്നിട്ട് ഒന്നും ശ്രദ്ധിക്കുന്നില്ല, വിഷ്ണുവിനെ കാണുന്നില്ല, മുന്നോട്ടങ്ങ് നടന്നു പോവുകയാണ്. പെട്ടെന്ന് വിഷ്ണു ആണെങ്കിൽ തിരിഞ്ഞു നോക്കുകയാണ്, ശാലിനി ഇവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഇതേസമയം പിറകെ സത്യഭാമയും പപ്പയും ശ്യാമയും കൂടി വരികയാണ്. അന്നേരം എന്താടാ നീ എന്താ ഇവിടെ നിന്നാളെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പെട്ടെന്ന് അങ്ങ് സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന പോലെ ഉണരുകയാണ്. അന്നേരം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ വാ എന്ന് പറയുകയാണ്. അന്നേരം നിങ്ങൾ നടന്നോളൂ, ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് അവർ പപ്പിക്കുട്ടിയും കൂട്ടി അകത്തേക്ക് അങ്ങ് കയറുകയാണ്. ഇതേസമയം പിന്നെ വിഷ്ണു അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. 6 വർഷത്തിനിടയ്ക്ക് ഇതുവരെ ഉണ്ടാവാത്ത ഒരു അനുഭവം, നെഞ്ചങ്ങ് തുടിക്കുന്നു, ശാലിനി എവിടെയോ ഉണ്ട് എന്നതുപോലെ, ശാലിനി എന്ന് തന്നെ ഞാൻ കാണുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. ഇതേസമയം ശാലിനിയും വേറൊരു ഉപദൈവങ്ങളുടെ അടുത്ത് പോയിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വിഷ്ണുവേട്ടൻ നല്ലത് മാത്രം വരുത്തണേ, എന്നെ വിഷ്ണുവേട്ടന് കാട്ടിക്കൊടുക്കല്ലേ, സത്യാമ്മയുടെ മനസ്സ് മാറുമോ, എവിടെ ആയിരുന്നാലും വിഷ്ണുവേട്ടൻ സുഖമായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കാട്ടിക്കൊടുക്കല്ലേ എന്നുള്ള രീതിക്കാണ് പ്രാർത്ഥിക്കുന്നത്. അതേസമയം വിഷ്ണു അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇന്ന് തന്നെ എനിക്ക് എൻ്റെ ശാലിനിയെ കാട്ടിത്തരണേ, ഇതുവരെ ഉണ്ടാകാത്തൊരു അനുഭവമാണ് ഇന്നുണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശാലിനി അവിടെ നിന്ന് മണി അടിക്കുകയാണ്. ഈ മണി ശബ്ദം കേൾക്കുമ്പോൾ വിഷ്ണു ആ മണി കേട്ട ശബ്ദത്തിൻ്റെ അവിടത്തേക്ക് വരികയാണ്. അതേസമയം ശാലിനി അവിടെ നിന്ന് പോയി കഴിഞ്ഞു. വേറൊരു സ്ത്രീ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മണി അടിക്കുകയാണ്. തുടർന്ന് വിഷ്ണു അവിടേക്ക് നോക്കിയിട്ട് ആ മണി അടിച്ച ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, ഈ മണിശബ്ദം ശാലിനി എനിക്ക് കാട്ടിത്തരും എന്നുള്ളൊരു സൂചനയായിട്ട് ഞാൻ കരുതിക്കൊള്ളട്ടെ, എന്നെ കാത്തോളണേ, പിന്നെ ശാലിനി എനിക്ക് ഇന്ന് തന്നെ കാണിച്ചു തരണേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ശാലിനി പ്രാർത്ഥിക്കുന്നത് വിഷ്ണുവേട്ടൻ്റെ കണ്ണിൽ പെടാതെ എന്നെ കാക്കണേ, വിഷ്ണുവേട്ടന് സുഖമായിരിക്കണേ എന്നൊക്കെയാണ് ശാലിനി പ്രാർത്ഥിക്കുന്നത്. ഇതേസമയം പപ്പിക്കുട്ടി വല്യച്ചാന്നും പറഞ്ഞ് വിളിച്ച് ഓടി വരികയാണ്. അന്നേരം വിഷ്ണു നോക്കുമ്പോൾ വല്യച്ച വന്നേ, മുത്തശ്ശി വിളിക്കുന്നു എന്ന് പറയുകയാണ്. അന്നേരം വല്യച്ചൻ വരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ചുറ്റും നോക്കുകയാണ്, ശാലിനിയെ കാണും, ഇന്ന് കാണും, അവിടെ വെച്ച് കാണും, ശാലിനി അവിടെ എവിടെയും ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വിഷ്ണു. കണ്ണുകൊണ്ട് പരതി എല്ലായിടത്തും നോക്കുകയാണ്. അന്നേരം വല്യച്ചൻ വരാമെന്ന് പറയുമ്പോൾ വല്യച്ചൻ വന്നേന്നും പറഞ്ഞ് ബലമായിട്ട് നിർബന്ധമായിട്ട് ഈ കുട്ടി പിടിച്ചു വലിച്ചുകൊണ്ട് വിഷ്ണുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ തിരിഞ്ഞിരുന്ന് ചുറ്റുമൊക്കെ നോക്കുകയാണ്, ശാലിനി അവിടെ എവിടെയോ ഉണ്ട്, കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. ഇതേസമയം സത്യ അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുകയാണല്ലോ. അവിടേക്ക് വിഷ്ണുവും പപ്പിയും ശ്യാമയും സത്യഭാമയും കൂടി വരികയാണ്. തുടർന്ന് സത്യയാണെങ്കിൽ ഇങ്ങനെ എല്ലാവരെയും നോക്കുന്നുണ്ട്, പപ്പിയെയും ഇങ്ങനെ നോക്കുകയാണ്. അവരിങ്ങനെ കണ്ണിൽ കുറേ നേരം നോക്കുന്നത് കാണിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമയാണെങ്കിൽ തിരുമേനിയുടെ കയ്യിലേക്ക് റെസിപ്റ്റ് കൊടുത്തിട്ട് മോളെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വിടുകയാണ്, ഒരു പൂജ ചെയ്യണമെന്നും പറഞ്ഞ് അതിന് റെസിപ്റ്റ് കൊടുക്കുകയാണ്. അന്നേരം തിരുമേനി ഇങ്ങനെ വാങ്ങാൻ നേരം സത്യ അത് തടുക്കുകയാണ്. നിന്നെ ഞാനല്ലേ ആദ്യം വന്നത്, അപ്പോൾ എൻ്റെ പൂജ കഴിഞ്ഞിട്ട് ഇവരുടെ പൂജ ചെയ്താൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു സത്യഭാമയ്ക്ക് കൊള്ളാമല്ലോ എന്നും പറഞ്ഞിങ്ങനെ കുട്ടിയെ നോക്കുകയാണ്. അന്നേരം മോൾക്ക് ഇതാരാണെന്ന് അറിയാമോ എന്നിങ്ങനെ തിരുമേനി ചോദിക്കുകയാണ്. അന്നേരം ആരായാലും എന്താ, നീതി നടപ്പാക്കുമ്പോൾ വലിയവരെന്നോ ചെറിയവരെന്നോ നോക്കാൻ പാടില്ല, അങ്ങനെയാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മോളുടെ അമ്മ എവിടെ ഇല്ലല്ലോ, അമ്മ എവിടെ പോയി എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുകയാണ്. അന്നേരം അമ്മ പ്രദക്ഷിണം ചെയ്യാൻ പോയിരിക്കുകയാണ്, എൻ്റെ അമ്മയും വലിയ ഓഫീസറൊക്കെ തന്നെയാണ് എന്നിങ്ങനെ കുട്ടി പറയുകയാണ്. അന്നേരം വിഷ്ണു ആണെങ്കിൽ കുട്ടി സംസാരിക്കുന്നതൊക്കെ നോക്കി രസം പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ പതുക്കെ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ മുട്ടുകുത്തി നിന്നിട്ട് ഇതായിരിക്കുന്ന പോലെ ഇരുന്നിട്ട് പറയുകയാണ്, മോളുടെ അമ്മ പ്രദക്ഷിണം ചെയ്യാൻ പോയിരിക്കുകയല്ലേ, അപ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ പൂജ കഴിയും, നമുക്ക് അർജൻറ്റായിട്ട് പൂജ കഴിയുമെന്ന് പറയുകയാണ്. അന്നേരം അപ്പോൾ പിന്നെ എനിക്കും അർജൻറ്റ് തന്നെയാണ് എന്നിങ്ങനെ വാശിയോടുകൂടി സത്യം പറയുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് താൻ പറഞ്ഞാൽ നടക്കില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങ് എഴുന്നേൽക്കുകയാണ്. ചിരിച്ചുകൊണ്ട് തന്നെയാണ് വിഷ്ണു എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അന്നേരം സത്യഭാമ
പറയുന്നുണ്ട്, പോയിട്ട് നമുക്ക് ഒത്തിരി അത്യാവശ്യങ്ങളുണ്ട്, അർജൻറ്റ് ഉണ്ട്, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ എനിക്കും അർജൻറ്റാണ് എന്ന് പറഞ്ഞിങ്ങനെ കൈയും കെട്ടി സത്യ അങ്ങ് നിൽക്കുകയാണ്. അന്നേരം ഞാൻ പോയി എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് കുട്ടി അങ്ങ് പോവുകയാണ്. അതേസമയം തിരുമേനി ആ റെസിപ്റ്റ് ചോദിക്കുന്നുണ്ട് സത്യഭാമയോട് ഞാൻ തരാനായിട്ട്. അന്നേരം വേണ്ട, ചെറുതാണെങ്കിൽ ആ കുട്ടി പറഞ്ഞത് ന്യായം തന്നെയാണ്, പിന്നെ നീതി നടപ്പാക്കുമ്പോൾ വലിപ്പച്ചെറുക്കം നോക്കാൻ പാടില്ല എന്നിങ്ങനെ പറയുകയാണ്. സത്യഭാമ എല്ലാം ചിരിച്ചുകൊണ്ട് പറയണം, ദേഷ്യമൊന്നുമില്ല കുട്ടിയോട്. അന്നേരം പപ്പിക്കുട്ടി ചോദിക്കുകയാണ്, സത്യാമ്മേ പിന്നെ ആ കുട്ടി അല്പം ഓവറല്ലേ ചോദിക്കുകയാണ്. അന്നേരം ഒരു ഓർമ്മയില്ല, കുട്ടിയായിരുന്നാലും കാര്യം പറയേണ്ടത് തന്നെയാണ്, ആരെയും പേടിയും ഭയവും ഇല്ല ഒന്നുമില്ലാതെ ഉള്ളതുള്ളതുപോലെ മുഖത്ത് നോക്കി പറയണം, നല്ല മോളാണെന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ആ കുട്ടി പോകുന്നതും കുട്ടിയുടെ സംസാരവും ഒക്കെ ശ്രദ്ധിച്ച് വിഷ്ണു നിൽക്കുകയാണ്. ശ്യാമയും എല്ലാവരും കുട്ടിയെ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അതേസമയം സത്യമാണെങ്കിൽ ശാലിനിയെ തിരക്കി പോവുകയാണ്. തുടർന്ന് അമ്മയെന്നും പറഞ്ഞ് ഓടി ചെല്ലുകയാണ് ശാലിനിയുടെ അടുത്തേക്ക്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ, അവിടെ ഒരാൾ അർച്ചനയ്ക്ക് വന്നിരിക്കുന്നു, നമ്മളല്ലേ ആദ്യം വന്നത്, അപ്പോൾ നമ്മൾ ചെയ്തിട്ടല്ലേ അവരുടെ ചെയ്യാവൂ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പൂജയും വഴിപാടും ഒക്കെ അല്ലേ, അവർ ചെയ്തിട്ട് പോട്ടെ എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെയല്ലല്ലോ, നിയമം പോലെ പോകണമെന്നല്ലേ അമ്മ പറഞ്ഞിട്ടുള്ളത്, ആദ്യം വരുന്നവർക്ക് ആദ്യം ചെയ്യണം, നല്ല റൂള് പോലെ തന്നെയാണ്, ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് നിർബന്ധമായിട്ട് ശാലിനി പിടിച്ചു വലിച്ചുകൊണ്ട് സത്യകുട്ടി പോവുകയാണ്. ഈ കുട്ടിയുടെ ഒരു വാശിയെന്നും പറഞ്ഞ് ശാലിനി പിറകെ പോവുകയാണ്. അന്നേരം പെട്ടെന്ന് വന്നില്ലെങ്കിൽ അവർ അർച്ചന ചെയ്തിട്ടങ്ങ് പോകുമെന്നും പറഞ്ഞാണ് സത്യ വിളിച്ചുകൊണ്ട് പോകുന്നത്. അന്നേരം ആരാ മോളെ അവരെന്ന് ചോദിക്കുമ്പോൾ അവരാണ് എന്ന് പറഞ്ഞിങ്ങനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അന്നേരം ശാലിനി നോക്കുമ്പോഴും വിഷ്ണുവും സത്യഭാമയും ശ്യാമയും കൂടിയാണ് നിൽക്കുന്നത്. പിന്നെ പപ്പിക്കുട്ടിയെ ശാലിനി അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് ശാലിനി അങ്ങ് ഒരു നിമിഷം ഷോക്കായി നിൽക്കുകയാണ്. അന്നേരം എന്താ അമ്മേ വാ എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ശാലിനി ഓർക്കുന്നുണ്ട്, വിഷ്ണുവിനെ കൊണ്ട് ആരതിയിൽ തൊട്ട് സത്യഭാമ സത്യം ജയിച്ച കാര്യം ഓർമ്മിക്കുകയാണ്, കാണരുത് എന്നുള്ള ഓർമ്മിക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനിയാണെങ്കിൽ പപ്പിക്കുട്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ മുട്ടുകുത്തി ഇരുന്നിട്ട് പറയുകയാണ്, പൂജയല്ലേ അവർ ചെയ്തിട്ട് പോട്ടെ എന്ന് പറയുകയാണ്. അന്നേരം ആദ്യം വന്നത് നമ്മളല്ലേ എന്ന് പറഞ്ഞ് കുട്ടി ഇങ്ങനെ തറതട്ടെ നിൽക്കുകയാണ്. അന്നേരം ദൈവത്തിൻ്റെ മുമ്പിൽ ആദ്യം വന്നവരെന്നോ അവസാനം വന്നവരെന്നോ ഒന്നുമില്ല, മുതിർന്നവരോട് ബഹുമാനം കാണിക്കണം, അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, എങ്കിലും ദൈവം ക്ഷമിക്കില്ല, ദൈവം കോപിക്കും, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തുമില്ല എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അങ്ങ് വിഷമം വരികയാണ്. ഓ അങ്ങനെയാണോ, എനിക്ക് അപ്പോഴത്തേക്ക് ദേഷ്യം വന്നപ്പോൾ അങ്ങ് പറഞ്ഞതാണ്, എങ്കിൽ ഞാൻ പോയി അവരോട് പറഞ്ഞോളാം, ചെയ്തോളാനായിട്ട് അമ്മയും കൂടി വാന്ന് പറയുകയാണ്. അന്നേരം അമ്മ വരുന്നില്ല എന്ന് പറയുമ്പോൾ പ്രദക്ഷിണം തീർന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മ പോയി പ്രദക്ഷിണം ചെയ്തോ, ഞാൻ പോയി പറയാമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയാണെങ്കിൽ ശാലിനിയുടെ അടുത്ത് നിന്ന് അവരുടെ അടുത്തേക്ക് ഓടുകയാണ്. ശാലിനി ഇങ്ങനെ അങ്ങ് മറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ വിഷ്ണുവിനെ കാണുന്തോറും ശാലിനിക്ക് അങ്ങ് വിഷമം കൂടി വരികയാണ്. തുടർന്ന് സത്യ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് സത്യഭാമ ഇങ്ങനെ പുറകെ നോക്കിയിട്ട് മോളുടെ അമ്മ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല അമ്മ വന്നില്ല, നിങ്ങളുടെ പൂജ തന്നെ ആദ്യം ചെയ്തോളാൻ പറയുകയാണ്. അന്നേരം അതെന്താന്ന് ചോദിക്കുമ്പോൾ മുതിർന്നവരോട് ബഹുമാനം കാണിക്കണമെന്നാണ്, ദൈവത്തിങ്ങളുടെ മുമ്പിൽ ആദ്യം വന്നിരുന്നോ അവസാനം വന്നിരുന്നോ ഒന്നുമില്ല, എന്നോട് ക്ഷമിക്കണേ, സോറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ അങ്ങോട്ട് ചെന്നിട്ട് അയ്യോ മോള് സോറി ഒന്നും പറയണ്ട, മോള് പറഞ്ഞത് ശരി തന്നെയാണ്, ആദ്യം വന്നവരുടെ അല്ലേ ചെയ്യേണ്ടത്, കുഴപ്പമില്ല എന്നിങ്ങനെ പറയുകയാണ്, സോറി ഒന്നും പറയണ്ട എന്ന് പറയുകയാണ്. അന്നേരം ഈ കുട്ടിയുടെ സംസാരമൊക്കെ ആയിട്ട് വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ്. ശ്യാമയും സത്യഭാമയ്ക്കും ഒക്കെ അങ്ങ് കുട്ടിയുടെ ആ രീതിയിലങ്ങ് ഇഷ്ടമാവുകയാണ്, ആ സത്യയുടെ പെരുമാറ്റമൊക്കെ. തുടർന്ന് തിരുമേനി മോള് വന്ന സ്ഥിതിക്ക് ഇനി നിങ്ങളുടെ പൂജ ചെയ്യുക എന്നിങ്ങനെ പറയുമ്പോൾ അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത് എന്നിങ്ങനെ സത്യം അറിയുമ്പോൾ എല്ലാവരും കൂടി അങ്ങ് ചിരിക്കുകയാണ്. പക്ഷേ പപ്പിക്ക് അങ്ങോട്ട് ഈ സത്യം അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് സത്യഭാമയുടെ റെസിപ്റ്റ് അങ്ങ് വാങ്ങി തിരുമേനി പൂജയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് സത്യമാണെങ്കിൽ ഈ പപ്പിക്കുട്ടിയെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. പക്ഷേ പപ്പിക്കുട്ടി ചിരിക്കുന്നില്ല. സത്യം ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് അങ്ങ് മാറി അങ്ങ് അപ്പുറത്തെ വശത്തേക്ക് അങ്ങ് പോവുകയാണ്. തുടർന്ന് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ച ശേഷം ശ്യാമ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പപ്പിക്കുട്ടിയെ കാണുന്നില്ല. പപ്പി ഇതെവിടെ പോയി എന്നും പറഞ്ഞാൽ ശ്യാമ ഈ കുട്ടി അന്വേഷിച്ച് ഇറങ്ങുകയാണ്. വിഷ്ണു സത്യഭാമയും ഒക്കെ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേസമയം ഈ പപ്പിക്കുട്ടിയാണെങ്കിൽ മണി അടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അന്നേരം ചാടി അങ്ങോട്ട് അടിക്കാൻ ശ്രമിക്കും തോറും പറ്റുന്നില്ല. അന്നേരം ഇത് ശാലിനി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നുണ്ട്. തുടർന്ന് ഈ കുട്ടിയാണെങ്കിൽ സ്പീഡിന് ചാടുമ്പോൾ ഈ കുട്ടി അങ്ങ് തറയിൽ വീഴുകയാണ്. അന്നേരം അയ്യോ എൻ്റെ കാല് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശാലിനിക്ക് എന്തോ പോലെ തോന്നുകയാണ്. മോളെ എന്നും പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. അന്നേരം കാല് വേദനിച്ചോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വേദന ഉണ്ടെന്ന് പറയുകയാണ്. അന്നേരം കുഴപ്പമൊന്നുമില്ല, ഇപ്പം അങ്ങ് പോകുമെന്നും പറഞ്ഞ് ശാലിനി അവിടെ തറയിലിരുന്ന് ഈ കുട്ടിയുടെ കാലിങ്ങനെ നീട്ടി വെച്ച് തടവി കൊടുക്കുകയാണ്. അന്നേരം ആൻറ്റി ഡോക്ടറാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ ചിരിക്കുന്നേ ഉള്ളൂ, ഒന്നും സംസാരിക്കുന്നില്ല. ഇതേസമയം ശ്യാമയാണെങ്കിൽ കുഞ്ഞിനെ അന്വേഷിച്ച് ഇങ്ങനെ വരുമ്പോൾ പപ്പിക്കുട്ടിയും ശാലിനിയും കൂടി ഇങ്ങനെ തറയിലിരിക്കുകയും ഓരോ വർത്തമാനങ്ങളൊക്കെ പറയുകയും ചിരിക്കുകയും ഒക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഒരു നിമിഷം ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞേച്ചി എന്ന് പറഞ്ഞിട്ട് ശ്യാമയാണെങ്കിൽ ഓടി ചെല്ലുകയാണ് ശാലിനിയുടെയും പപ്പിക്കുട്ടിയുടെയും അടുത്തേക്ക്.
തുടർന്ന് ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ ഓടി വരുന്ന ശ്യാമയെ കാണുകയാണ്. അന്നേരം ശാലിനിക്ക് അങ്ങ് സന്തോഷമാവുന്നുണ്ട്. പക്ഷേ പപ്പിക്കുട്ടി ശ്യാമയെ കാണുന്നില്ല. കുട്ടിയുടെ പുറകിലായിട്ടാണ് ശ്യാമ നിൽക്കുന്നത്. കുഞ്ഞാണെങ്കിൽ കാല് തടവുന്നേ വേദനിക്കുന്നേ ആ ഒരു വിഷമത്തിലിരിക്കുകയാണ്. തുടർന്ന് ശാലിനി ഇങ്ങനെ ശ്യാമയെ നോക്കി ചിരിക്കുമ്പോൾ കുഞ്ഞേച്ചി അത് കുഞ്ഞേച്ചിയുടെ മോളാണ് എന്നിങ്ങനെ പതിയെ ശ്യാമ പറയുകയാണ്. അന്നേരം ശാലിനി ആണെങ്കിൽ ഒരു നിമിഷം അങ്ങ് ഷോക്കാവുന്നുണ്ട്. ഈ കുട്ടിയെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പോഴേക്കും ശ്യാമ അങ്ങ് മാറി വേറെ സ്ഥലത്തേക്ക് അങ്ങ് മാറി നിൽക്കുകയാണ്, കുട്ടി കാണാതെ. തുടർന്ന് ശാലിനി ആണെങ്കിൽ വാതിലെ കാര്യങ്ങളും പ്രസവിച്ചതും പിന്നീട് ശാരദാമ്മയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തതും കൊണ്ടുപോയതും ഒക്കെ ഓർക്കുമ്പോൾ ശാലിനി അങ്ങ് കണ്ണുനീരങ്ങ് ഒഴുകുകയാണ്. തുടർന്ന് കുട്ടി അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. കവിളിലും നെറ്റിയിലും 2 കവിളിലും മുഖത്തും എല്ലായിടത്തും അങ്ങ് തുരുതുരാ മുത്തം കൊടുക്കുകയാണ്. പക്ഷെ കുട്ടി ഇതൊക്കെ എന്തായിട്ടങ്ങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുട്ടി അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ കുട്ടി അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ സത്യഭാമയും വിഷ്ണുവും ഒക്കെ വരുമ്പോഴത്തേക്കും ശ്യാമ അവരുടെ അടുത്തേക്ക് വരും. ശാലിനി അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. വിഷ്ണു എന്തായാലും ശാലിനി കാണില്ല. പിന്നെ പപ്പിക്കുട്ടിയും കൊണ്ട് സ്കൂളിൽ പോകുമ്പോഴാണ്. ഇനി സ്കൂളിൽ വെച്ച് കാണുമോ അതോ ഇനി ഒരുപാട് എപ്പിസോഡ് ഇങ്ങനെയായിട്ട് കറക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.